സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിനോട് സഭാ മക്കൾക്കും പറയാനുണ്ട്. സീറോ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവ പറഞ്ഞു കഴിഞ്ഞത് തന്നെ. പിതാവേ, അങ്ങ് ധീരനും ദൈവോന്മുഖനും ആയിരിക്കുക. ദർശനത്തിൽ ദാനിയേൽ പ്രവാചകൻ കേട്ടതുപോലെ ശക്തനും ധീരനുമായിരിക്കുക. സൗമ്യമായ ധീരതയും ധീരമായ സൗമ്യതയും അങ്ങേ നയിക്കട്ടെ. ധീരതയോടെ സഹനസാക്ഷിത്വം വഹിച്ച ആലഞ്ചേരി പിതാവിന്റെ പിൻഗാമിയും ആ സഹനസാക്ഷിത്വത്തിന്റെ സാക്ഷിയുമാണ് അങ്ങ്. ആ സഹനത്തിന് ഉപരിസാക്ഷിയായ ദൈവാത്മാവാണ് സീറോ മലബാർ സഭയുടെ പുതിയ നായകനായി അങ്ങയെ നിയോഗിക്കുവാൻ സിനഡ് പിതാക്കന്മാരിലൂടെ വിസ്മയകരമായി പ്രവർത്തിച്ചതെന്നും ഞങ്ങൾ അറിയുന്നു. ചിലരാലെങ്കിലും ധിക്കരിക്കപ്പെട്ടത് ഏതു സിനഡിന്റെ തീരുമാനമാണോ അതേ സിനഡിലൂടെ താൻ സംസാരിക്കുന്നെന്ന് ദൈവാത്മാവ് ഞങ്ങളെ ഉറപ്പിച്ചു ബോധ്യപ്പെടുത്തുന്നു. പക്ഷേ നിയോജനം ദൈവാത്മാവിൻ്റേത് എന്നറിയാത്ത ചില മാധ്യമങ്ങൾ തോറ്റുപോയി. അവരുടെ ചിന്തകളും ഊഹങ്ങളുമെല്ലാം തെറ്റിപ്പോയി. പരിഹാസ്യമായി. തെറ്റി എന്നതുകൊണ്ടല്ല പരിഹാസ്യമായത്. തെറ്റുന്നത് മാധ്യമ സഹജം. പക്ഷേ ചിലരുടെ തെറ്റിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളും മുൻവിധികളും ഉണ്ടായിരുന്നത് കൊണ്ട് അക്കൂട്ടർ ഓരോ പേര് ഉയർത്തിക്കാട്ടിയത് മതിപ്പോ ആദരമോ പ്രകടിപ്പിക്കാനല്ല. അവരുടെ മേൽ തങ്ങൾ ചാർത്തിയ മുൻവിധി പോലെയായിരിക്കും സീറോ മലബാർ സഭയുടെ ഭാവി ഗതി എന്ന് പറഞ്ഞു വെക്കുവാനുള്ള തിടുക്കത്താൽ മേജർ ആർച്ച് ബിഷപ്പാകാൻ തമ്മിലടി എന്നുവരെ പ്രചാരണം നടത്തിയവരുണ്ട്. പക്ഷേ തങ്ങളുടെ ലൗകിക ബുദ്ധിക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധമുള്ള ചിലതിനെ അവർ തിരിച്ചറിയുന്നില്ല. സഭയുടെ തലവനെ തെരഞ്ഞെടുക്കുന്ന മാനുഷിക സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ദൈവാരൂപിയെ പ്രഖ്യാപിത സ്ഥാനാർത്ഥി പട്ടിക ഇല്ലെന്നിരിക്കെ ഭൂരിപക്ഷം പേരുടെ മനസ്സിലും ഒരേ പേര് ഉറയ്ക്കുന്നു എന്നതിലെ ദൈവീക നടത്തിപ്പിനെ ഔദ്യോഗിക പ്രഖ്യാപനം വരെ സൂചന പോലും പുറത്തു വരാത്ത വിധത്തിൽ ദൈവാരൂപി മുദ്ര വെച്ച രഹസ്യാത്മകതയെ ബെനഡിക്ട് 16 പാപ്പായെയും കർദിനാൾ മാർ ആലഞ്ചേരി പിതാവിനെയും മാർ ജേക്കബ് മുരിക്കൻ പിതാവിനെയും പോലെയുള്ളവരുടെ ധീരമായ ത്യജന മനസ്സ് അവർക്കൊരിക്കലും പിടികിട്ടാത്ത കാര്യം. ഉന്നത സ്ഥാന മഹിമയോട് വൈരാഗികളായ പിതാക്കൾ സീറോ മലബാർ സഭയിലും ഉണ്ടെന്നതും അവർക്ക് അചിന്ത്യം. അവർ ഇപ്പോഴും പിന്തിരിയുന്നില്ല. തോൽവി അംഗീകരിക്കാതെ നിഷേധകരുടെ കുറിപ്പുകൾ 1000 മടങ്ങ് വലുതാക്കി സ്വയം തലോടി ആശ്വസിക്കുന്നു. ക്രൈസ്തവികതയെയും സഭാ നേതൃത്വത്തെയും ഇകഴ്ത്താൻ കഴിയുമോ എന്ന ലാക്കോടെ തിരുസഭാ കാര്യത്തിൽ സാധ്യത പട്ടിക സൃഷ്ടിച്ച് അതിന് ചുറ്റും കറങ്ങുന്നതിന്റെ പരാജയം ആദ്യം രുചിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളല്ല. അന്നൊരിക്കൽ തോറ്റത് വത്തിക്കാനെ ചുറ്റിപ്പറ്റിയ മാധ്യമങ്ങൾ. പാപ്പബിലെ റിപ്പോർട്ടിങ്ങിന്റെ ഗുരുക്കൾ. അതിന്റെ ലോക്കൽ പതിപ്പ് മാത്രമാണ് സെന്റ് തോമസ് മൗണ്ടിനെ പരിഹസിച്ചവരുടെ തോൽവി. മാർപ്പാപ്പ ആകാൻ സാധ്യതയുള്ള എന്ന അർത്ഥത്തിൽ വത്തിക്കാനോളജിസ്റ്റുകൾ ഉപയോഗിച്ച ഇറ്റാലിയൻ വാക്കാണ് പാപ്പബിലെ. ഇനി വത്തിക്കാനോളജിസ്റ്റുകൾ ആരെന്ന് ചോദിച്ചാൽ വത്തിക്കാന്റെ ആസ്ഥാന രഹസ്യാത്മകത ചികയാൻ സമയം ഒഴിഞ്ഞിട്ട മാധ്യമ ഗവേഷണ പ്രവർത്തകർ തന്നെ എന്നുത്തരം. 2013 ബെനഡിക്ട് 16 പിൻഗാമിയായി യൂറോപ്പിന് പുറത്തുനിന്ന് അർജന്റീനക്കാരൻ, അതും തെക്കേ അമേരിക്കൻ കർദിനാൾ ആയിരുന്ന ജോർജ് മാരിയോ ബർഗോളിയോ മാർപ്പാപ്പയാകുമെന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പയാകുമെന്ന് ഏതു മാധ്യമം കരുതി? അത് സംഭവിച്ചപ്പോൾ അവരുടെ കണക്ക് കൂട്ടലും ഊഹച്ചേരുവകളും പ്രവചനങ്ങളും പിഴച്ചു. അത് തന്നെ സെന്റ് തോമസ് മൗണ്ടിലും സംഭവിച്ചു. എന്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതുപോലെയല്ലെന്നും ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ അവ നിങ്ങളുടേതിനേക്കാൾ ഉന്നതമെന്നും ഏഷ്യാ പ്രവാചകൻ വഴി 2700 വർഷം മുമ്പ് പറഞ്ഞതിന് ഇന്നും മാറ്റമില്ലെന്ന് അവിടുന്ന് കാണിച്ചു തന്നു. സാമാന്യ മനസ്സുകളുടെ ലൗകിക യുക്തി വിചാരം പോലെയല്ല തിരുഹിതമെന്നും മാധ്യമങ്ങളുടെ ലാക്ക് പോലെയല്ല തൻ്റെ പദ്ധതി എന്നും
ഒരിക്കൽ കൂടി പഠിപ്പിച്ചു. ആരൊക്കെ അധിക്ഷേപിച്ചാലും, വ്യക്തികളുടെ വീഴ്ചയെ ഉയർത്തിക്കാട്ടി നിന്ദിച്ചാലും, തിരുസഭയുടെ ഭരണ സംവിധാനത്തെ നടത്തുന്നത് ദൈവാരൂപി തന്നെ എന്ന സത്യം വീണ്ടും സ്ഥാപിച്ചു. തങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത പൊതുനിശ്ചയവും ആശയക്കുഴപ്പവും തീണ്ടാത്ത തെരഞ്ഞെടുപ്പുമാണ് സിനഡ് അംഗങ്ങൾ നിർവഹിച്ചത്. അതവർക്ക് സാധ്യമായതിലെ അമാനുഷിക പ്രേരണയും നടപടികളുടെ രഹസ്യ സ്വഭാവവും കാക്കാൻ അവർക്ക് കഴിഞ്ഞതിലെ ദൈവിക നിയന്ത്രണവും മനസ്സിലാക്കാൻ കഴിയാത്തവർ വിശ്വാസി ഗണത്തിൽ ഉണ്ടാവില്ല. എന്നാൽ ക്രൈസ്തവികതയെ, പ്രത്യേകിച്ച് ഇവിടുത്തെ കത്തോലിക്ക സമൂഹത്തെ പുത്തൻ വിരുദ്ധതയോടെ കാണുന്നവർക്ക് അതിന് കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിനെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ദൈവാരൂപിയുടെ നടത്തിപ്പ് ഗ്രഹിക്കാനാകുന്നില്ല. അവരുടെ ഗണവും മാധ്യമവും ദൈവാത്മാവിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ പാവനമായ മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുപ്പിനെ പോലും വാക്കുകൊണ്ട് അതിർത്തി കടന്ന് ആക്രമിക്കുന്നു, ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. ഫലമില്ലെന്ന് അറിഞ്ഞു തന്നെ അവരെ വിടുക. അവരുടെ ഹൃദയങ്ങൾക്ക് ദൈവാത്മാവിനെ അറിയാനുള്ള അവസരവും ഭാഗ്യവും ആശംസിച്ചുകൊണ്ട്, അവർ ചെയ്യാത്തത്ര നീചമായല്ലേ ഉദരംബരികളായ മറ്റു ചിലർ സ്വന്തം ചാനലിലൂടെ ചെയ്യുന്നത്? ദൈവം ഉന്നത സ്ഥാനത്ത് അവരോധിച്ച ദാസനെ വ്യക്തിപരമായും സഭാ നേതൃത്വത്തെ ആകെയും നിന്ദിക്കാൻ കണ്ണോട് കണ്ണു കാണാത്തത്ര വിദ്വേഷത്തോടത്രേ മ്ലേച്ഛത പറഞ്ഞ് ആത്മഭോഗം നടത്തുന്നത്. അവിവേകത്താൽ അപ്പസ്തോലിക പിന്തുടർച്ചക്കാരോട് അസൂയയും വിദ്വേഷവും മാത്രം പുലർത്തുന്ന അത്തരക്കാരോടും ദൈവാത്മാവിന്റെ അഗ്നിയാലുള്ള ശുദ്ധീകരണം തന്നെ ആശംസിക്കാം. സിനഡ് നടപടിയും റാഫേൽ പിതാവിന്റെ തെരഞ്ഞെടുപ്പും സീറോ മലബാർ സഭയുടെ പ്രാർത്ഥനയ്ക്ക് ഫലസിദ്ധിയായി കരുതുന്നവർ അതിനെ മാധ്യമങ്ങൾക്കുള്ള തിരിച്ചടി മാത്രമായി കാണേണ്ടതല്ല. കാരണം ഈ നിയോജനം വഴി ദൈവാത്മാവ് പ്രഥമമായി സംസാരിക്കുന്നത് സീറോ മലബാർ വിശ്വാസി ഗണത്തോടാണ്. ഒരു കാര്യം വ്യവസ്ഥ കൂടാതെ ചെയ്യാൻ ആ സ്വരം വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു. ഒന്നിച്ചു നിൽക്കുക. ഒന്നിന്റെയും പേരിൽ സഭയിൽ ഭിന്നതയും കലഹവും സൃഷ്ടിക്കാതിരിക്കുക. തട്ടിൽ പിതാവിന്റെ നാളുകൾ മുറിവുകൾ സുഖപ്പെട്ടും ഭിന്നതകൾ മാഞ്ഞും തിരുസഭയ്ക്ക് പൂർണ്ണമായി വിധേയപ്പെടാൻ എല്ലാ സഭാ മക്കളെയും പ്രാപ്തരാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആലഞ്ചേരി പിതാവിന്റെ സഹന സാക്ഷ്യം അതിനുള്ള നിരത നിക്ഷേപം തന്നെയാകുമെന്ന്. പ്രൊഫസർ ജോസഫ് പറഞ്ഞത് വളരെ ശരി. യഥാർത്ഥ പ്രതിയോ പ്രതികളോ കാണാമറയത്താണ്. കസ്റ്റഡിയിലുള്ളത് മുഖ്യ കൈവെട്ട് യന്ത്രം മാത്രമാണ്. മതതീവ്രവാദത്തിന്റെ ശക്തിയാൽ പ്രവർത്തിക്കുന്ന മാരക യന്ത്രം. അത്തരമൊന്നിന് പേര് സാവത്. തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയ മതവെറി കേസിലെ ഒന്നാം പ്രതി എന്ന് സാങ്കേതികമായോ നിയമപരമായോ അയാളെ കുറിച്ച് പറയാം. ഇതുവരെ കണ്ടെടുക്കപ്പെട്ടതെല്ലാം ഇത്തരം യന്ത്രങ്ങൾ. ഈ യന്ത്രങ്ങളെ ചാവി കൊടുത്തും എണ്ണയിട്ടും പറഞ്ഞയച്ച യഥാർത്ഥ പ്രതികൾ അദൃശ്യരായി കഴിയുന്നു. ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ സംരക്ഷണയിൽ തന്നെ ഭരിക്കുന്നവരുടെയും അല്ലാത്തവരുടെയും സൗമനസ്യത്തിൽ അവർ നാടിന്റെ വിപത്താണ്. ഭദ്രമായ ജനജീവിതത്തിന് വിപത്താണ്. അവർ മതവെറിയുടെയും മതരാഷ്ട്രീയത്തിന്റെയും ആൾരൂപങ്ങളാണ്. ആ വിപത്ത് ഇപ്പോഴും മുഖം കാട്ടാതെ സുരക്ഷിതരായി കഴിഞ്ഞുകൂടുന്നു. അവരുടെ കൂലിപ്പടയാളികളും കാലാളുകളുമൊക്കെ കേന്ദ്ര സർക്കാരിന്റെ കർക്കശമായ നിലപാടും കൃത്യവുമായ നടപടിയും നിമിത്തം പിടിയിലായി. പക്ഷേ മനുഷ്യയന്ത്രങ്ങളെ കൊടുംപാതകത്തിന് സജ്ജമാക്കി അയച്ചവരും അത് ലക്ഷ്യമായി സ്വീകരിച്ചിട്ടുള്ളവരും രഹസ്യ വിഹാരത്തിൽ തന്നെ ഇസ്രായേലിനെ ആക്രമിച്ച ഹമാസുകളുടെ പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളെ പോലെ തന്നെ NIA ഇത്ര ആത്മാർത്ഥമായും നിശ്ചയദാർഢ്യത്തോടെയും ശ്രമിച്ചത് കൊണ്ട് മാത്രം കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സാവത് 13 വർഷത്തെ ഒളിജീവിതത്തിൽ നിന്ന് പിടിയിലായി. അതിനുള്ള അഭിനന്ദനം NIAക്ക്. ഇത് കേരളത്തിൽ
അത്ഭുതം തന്നെയാണ്. കാരണം രാഷ്ട്രീയ സമരത്തിന്റെ പേരിൽ കുറ്റാരോപിതനായ യുവ നേതാവിനെ പിടിക്കാൻ അദ്ദേഹം കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന ഭവനത്തിൽ നിദ്രാവേളയിൽ സർവ സന്നാഹങ്ങളോടും കൂടി ഇരച്ചെത്തിയ പോലീസാണ് കേരളത്തിലേത്. പോലീസിനെ അത്തരത്തിൽ കാര്യക്ഷമമാക്കുന്ന ഭരണാധികാരികളാണ് നമുക്കുള്ളത്. എന്നിട്ടും നാടിനെ തകർക്കുന്ന കുറ്റകൃത്യത്തിൽ പങ്കാളിയായ ഒരു ഭീകരൻ, അവർ പോലും അറിയാതെ പാർട്ടി കുറ്റവാളികളുടെ അഭയദേശത്ത് എന്ന പോലെ ഒളിച്ചു താമസിച്ചത് അത്ഭുതമല്ലാതെ മറ്റെന്താണ്? അയാളെ അവിടെ നിന്ന് പിടികൂടുക എന്നത് അതിലും വലിയ അത്ഭുതമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഒരു ജീവപര്യന്തത്തിന്റെ കാലയളവിനൊപ്പം ഒളിവിൽ കഴിയുവാനും കണ്ണൂരിൽ പലയിടത്തും ഒടുവിൽ 9 മാസം മട്ടന്നൂരിൽ സുരക്ഷിതമായി ഒളിച്ചു ജീവിക്കാനും ഇങ്ങനെ ഒരാൾക്ക് കഴിഞ്ഞതിൽ ഇവിടെ ആർക്കും അത്ഭുതമില്ല. അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ ശക്തികളെ കുറിച്ച് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ നിരോധിച്ചത് കൊണ്ട് മാത്രം ആ ഭീകരനെ അളവിട്ട് പുറത്തു വരേണ്ടി വന്നു. അതിനുശേഷം പാർട്ടി ക്രിമിനലുകൾക്ക് സാങ്കേതം ഒരുക്കുന്നവരുടെ നാട്ടിൽ ഒളിച്ചു കഴിഞ്ഞിട്ടും കുടുങ്ങി. ഇവിടുത്തെ പോലീസ് അല്ല, NIA എന്നൊരു സേന നിമിത്തം പുതുപ്പുള്ളികളെ നോക്കിവെക്കാൻ മാത്രം പാർട്ടി റഡാറുകളും കണ്ണുകളുമുള്ള ദേശം. അങ്ങനെ ഒരിടത്ത് മുഴുവൻ പോലീസിനെയും സർക്കാരിനെയും രാഷ്ട്രീയ നേതാക്കളെയും കബളിപ്പിച്ചാണ് കൊടും കുറ്റവാളി ഒരുവൻ മരപ്പണിക്കാരനായി കഴിഞ്ഞതെന്ന് വിശ്വസിക്കാൻ തക്ക വിഡ്ഢികളല്ല കേരളത്തിലുള്ളവർ. തലച്ചോറിൽ നിന്ന് മനുഷ്യത്വത്തെ പൂർണ്ണമായും പുറന്തള്ളി ആ സ്ഥാനത്ത് മതവെറി സ്റ്റഫ് ചെയ്ത നിലയിൽ ഇവിടെ ജീവിക്കുന്നത് ഒരാളല്ല, നിരവധി പേർ. വ്യക്തിവിരോധം പോയിട്ട് പരിചയം പോലും ഇല്ലാത്തവരുടെയും കയ്യോ കാലോ തലയോ എല്ലാം കൂടിയോ അറപ്പില്ലാതെ വെട്ടിയെടുക്കുവാൻ പരിശീലിച്ചവർ അവർ ഇനിയുമുണ്ട്. വിചിത്രമെന്ന് തോന്നാം, ഇവരൊന്നും മറ്റു വിധത്തിലല്ല ക്രിമിനലുകളായത്. ഇവർ ചെയ്യുന്ന ഭീകരത മുഴുവൻ മതത്തിനു വേണ്ടി, മതരാഷ്ട്രീയത്തിനു വേണ്ടി, മത തീവ്രവാദികളാൽ പരിശീലിപ്പിക്കപ്പെട്ടും മതം പറയുന്ന മുക്തി നേടാനും വേണ്ടി. മതാധിപത്യത്തിന്റെയും മതരാഷ്ട്രീയത്തിന്റെയും ശത്രുക്കളെന്ന് തീവ്രവാദ ഗുരുക്കൾ അടയാളമിട്ടവരെ കൊല്ലാനോ അതിനുള്ള ശ്രമത്തിൽ ചാവാനോ മടിക്കാത്തവർ. അവരെ പിന്തിരിപ്പിക്കാൻ അവരുടെ ഉള്ളിൽ മനുഷ്യത്വത്തിന്റെ മനസാക്ഷിയോ മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കുന്ന ഹൃദയമോ ഇല്ല. പകരം വോട്ടിനും മറ്റു പലതിനും വേണ്ടി അവരെ സഹായിക്കുന്ന രാഷ്ട്രീയ ശക്തികളാണ് ഇരുപാർശ്വങ്ങളിലും നിലകൊള്ളുന്നത്. അതുതന്നെയാണ് കേരളത്തെ ഭയപ്പെടുത്തുന്നത്. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.